ചോര ചുരത്തുകയാണ്. വിശപ്പ് മാറാതെ ആ കുരുന്നുകളുടെ നിലവിളി ശാന്തമായ അന്നത്തെ മക്കയുടെ താഴ്വരയിൽ പ്രതിധ്വനിക്കുമ്പോൾ പാവപ്പെട്ട ആ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാര് രംഗത്ത് വരുന്നത്. 3 കൊല്ലാണ് ഇവർ പട്ടിണിയാണ്. ഹിജ്റയുടെ നബുവത്തിന്റെ 9-10ാമത്തെ കൊല്ലമായപ്പോൾ ചില ചെറുപ്പക്കാർ ഇതിൽ പ്രതിഷേധിച്ചു. നമ്മൾ പല ആളുകളെയും പിടിച്ചു കെട്ടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിന് തടവുകാരാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ഇത് പാടില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ബഹളമുണ്ടാക്കിയപ്പോഴാണ് അവസാനം ഉപരോധം പിൻവലിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ കൊടിയ പീഡനങ്ങൾ അടിക്കടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് സായുധ പ്രതിരോധം എന്ന് പറയുന്ന ഒരാശയം മക്കത്തെടുത്തില്ല? ഇമാമികളൊക്കെ പറയുന്നത് അതിന്റെ കാരണം ഭരണകൂടമാണ് ആയുധം കൊണ്ട് പ്രതിരോധിക്കേണ്ടത് സിവിലിയന്മാരുടെ പ്രതിരോധ ശൈലി എന്ന് പറയുന്ന തന്ത്രപരമായുള്ള പ്രതിരോധം. മറ്റത് നമ്മുടെ ആത്മഹത്യാപരമായിരിക്കും, അത് വിനാശകരമായിരിക്കും. അതെവിടെയും വിജയിച്ച ചരിത്രമില്ല. ഇനി നിങ്ങൾ നോക്കൂ, എപ്പോഴാണ് അല്ലാഹു തആല ആയുധം എടുക്കാൻ അനുവദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 3 കൊല്ലവും കൂടി വളരെ പ്രയാസം കഴിച്ചവരെ താമസിച്ചു. അതിന്റെ ഇടയ്ക്ക് പലരും നാട് വിട്ടുപോയി. ഒരാൾ മദീനയിലേക്ക് പോയി, വേറെ ഒരാൾ കൊണ്ട് എത്യോപ്യയിലേക്ക് പോയി. നബുവത്തിന്റെ 13ാമത്തെ കൊല്ലം മുത്തനബിയോട് അല്ലാഹു പറഞ്ഞതെന്താ? ഇനി നിങ്ങളും മദീനയിലേക്ക് വരാനും ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ